ഒറ്റയടിക്ക് ഫാദർ മരണപ്പെടുകയാണ്, മോൻ നെക്സ്റ്റ് ഡേ കയറി വരികയാണ്. അപ്പോൾ ഇതിലൊക്കെ വരുന്നൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പീപ്പിൾ ഓർ ദി ഫാമിലി തിങ്സ് ദാറ്റ് സിൻസ് ഹീസ് ഇൻ ദ സീറ്റ് റൈറ്റ് നൗ ഹി ക്യാൻ ടേക്ക് ഫോർവേഡ്. ഈവൻ ഇഫ് ഈ ആൾ ചിലപ്പോൾ അത്യാവശ്യം നല്ല മാനേജ്മെൻ്റ് ഒക്കെ പലയിടത്തും പഠിച്ചു വന്ന ഒരാളാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പക്ഷേ പല കമ്പനികൾ വർക്ക് ചെയ്ത ആളാവാം. തീർച്ചയായിട്ടും. പക്ഷേ അയാൾ ഒറ്റയടിക്ക് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സക്സഷൻ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഇവൻ്റ് അല്ല, ഒരു ജേണിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് സക്സഷൻ ഹാസ് ടു ഹാപ്പൺ 3 years ഫ്രം നൗ, അത് ഇന്ന് മുതൽക്ക് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ലൈക്ക് ഒരു റിലേ റൈസ് പോലെ ആയിരിക്കണം. ആ പഴയ ആൾ ഓടി വന്നിട്ട് മറ്റാൾക്ക് ഇത് കൊടുത്തിട്ട് കൂടെ കുറച്ച് നേരം ഓടുമല്ലോ അവര്. ഇയാൾ ഓടി ഒറ്റയ്ക്ക് നിൽക്കലല്ലേ, രണ്ടാളും ആ ഒരു മൊമെന്റത്തിൽ ഒരു ഓട്ടം ഉണ്ടല്ലോ ഒരുമിച്ച്, അതേമാതിരി ഓടി പോകണം, രണ്ടാളും കൂടി ഒരുമിച്ച് പോകണം. അപ്പോൾ എന്താണ്, ഓവർ പീരീഡ് ഓഫ് ടൈം ഈ സക്സസറിന്റെ റോള് ചെറുതെന്ന് കൂടുതലായി വരും, പോണ ആളത് കുറഞ്ഞുകൊണ്ടിരിക്കും.